നീ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഴുക്കച്ചാലിൽ പുളയ്ക്കുന്ന കൃമിയുടെ അസിസ്റ്റന്റ്. എടേ, ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. ഈ ഭാഗ്യത്തിന്റെ നാണയം കറങ്ങി വീഴാനേ ഒരു നിമിഷം മതി. ആ ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ കോടീശ്വരൻ ഭിക്ഷക്കാരനും ഭിക്ഷക്കാരൻ കോടീശ്വരനും ആവും. നിന്റെ ഭാമേന്റെയേക്കാൾ വളരുമെന്ന് വെല്ലുവിളിച്ചു പോയ എന്റെ വിഷ്ണുവേട്ടൻ ആ വാക്ക് പാലിക്കും. സത്യാമ്മയുടെ പടിപ്പുരയ്ക്ക് മുന്നിലെത്തുന്ന ദിവസം ദൂരെയല്ല സുസ്മിതേ. പക്ഷേ അത് കാണാൻ നീ ഉണ്ടാവില്ല. നീ അപ്പോ ജയിലിലായിരിക്കും. സെൻട്രൽ ജയിലിൽ. കഴുകി വെച്ചിട്ടുണ്ട്, പോരെ? മതി. സുസ്മിതേ, നിക്ക്. ആ ഇതെന്തിനാ? ഞാനല്ലേ നിനക്ക് കാശ് തരാനുള്ള. നീ കുടിച്ച ചായയുടെ ഗ്ലാസ് കഴുകി വെച്ചതോടെ നിന്റെ കട നീ വീട്ടി. ബാക്കിയുള്ള കാശ് നീ വേറെ ഗ്ലാസുകൾ കൂടി കഴുകി വെച്ചെന്നെ സഹായിച്ചതിന്. എനിക്ക് വേണ്ട. വച്ചോടി. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കായലിലൊക്കെ ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാലേ പിന്നെ പുറത്തെടുക്കുമ്പോ കാണാൻ ഭയങ്കര ബോറായിരിക്കും. പ്രത്യേകിച്ചും നിന്റെ ഈ മോന്ത. വച്ചോടി ശാലിനിയുടെ ഭിക്ഷ. My foot. സുസ്മിതേ, നീ ഇടയ്ക്കിടയ്ക്ക് വരൂന്നല്ലേ പറഞ്ഞേ? വന്നേക്കണേ. അയ്യോ, സാധനങ്ങൾക്കൊക്കെ എന്താ വില എന്നറിയോ? അതെ, ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. പോന്ന കണ്ടില്ലേ? ആ ഇവളാ? എന്താ സംഭവം? അവളെ ചായ കുടിക്കാൻ വന്നതാ. ഞാൻ ശരിക്കും കൊടുത്തു വിട്ടു. അവളെങ്ങനെയാ? കിട്ടാനുള്ളത് അപ്പപ്പ ചോദിച്ചു വന്നു. നാളത്തേക്ക് വെക്കില്ല. അത് ശരിയാ.
അല്ല ഇതേത് ഈ ഫോണ്? ആ ഏ? അത് ഏയ്, ഇത് അച്ഛന്റെ ആണല്ലോ. ഇവിടെ മറന്നു വെച്ചിട്ട് പോയതാ. അയ്യോ, അപ്പൊ അത് അച്ഛനോണ്ടേ കൊടുക്കണല്ലോ. ഫോണില്ലാതെ ഇപ്പൊ എങ്ങനെയാ അച്ഛൻ? ഞാൻ കൊണ്ടുകൊടുക്കാം. എന്തിനാ ശാരിക സ്വന്തം ജീവിതം ഇങ്ങനെ കല്ലിലടിച്ച് പൂക്കുല പോലെ തകർക്കുന്ന? വിഷ്ണുവേട്ടൻ ഇപ്പൊ പുതിയ ആളല്ലേ? ശാരദാവേ, നിങ്ങളുടെ മോളുടെ അസുഖം വേറെയാ. മലയാളത്തിലും ഇംഗ്ലീഷിനും അതിനൊരു പേരുണ്ട്, പക്ഷേ പറയാൻ അറയ്ക്കും. ചേച്ചിക്ക് വേറെ ബന്ധമുള്ളത് കൊണ്ടാണോ രാജീവ് സാരം വിട്ടേച്ച് പോയെന്നാ ടീച്ചേഴ്സ് അടക്കമുള്ളവര് ഒളിഞ്ഞു മറിഞ്ഞൊക്കെ ചോദിക്കുന്നത്. മോളെ കഴിക്കെടുത്ത് വെച്ചിട്ടുണ്ട്, വന്നേ. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മോളെ കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാ ശാരദാമ്മ പോയത്. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത്? മോളെ പോകാൻ. കഴിപ്പിക്കാൻ വന്നേക്കുന്നു. രാജി, നീ എന്തെടുക്ക അവിടെ? ഞാൻ ശാരിക മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ. എന്നിട്ട് കൊടുത്തില്ലേ? വേണ്ടാന്ന് പറഞ്ഞു. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടു ശാന്തേ. ആ, നിനക്ക് ഇത് തന്നെ വരണം. ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കണമെന്ന് ശാരദാമ്മ പറഞ്ഞിട്ടും ഇതുകൊണ്ട് തന്നെയാ ഞാൻ അമൃതയത്തെ എഴുന്നള്ളിക്കാൻ പോവാതിരുന്നത്. എടി, വിശക്കുന്നവര് വന്ന് കഴിക്കും. ഈ ലോകത്ത് പട്ടിണി കിടക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്കേ ഭക്ഷണത്തിന്റെ വില അറിയൂ. ഈ പെണ്ണിനൊക്കെ അഹമ്മതിയല്ലേ? മോളെ ചക്കരയെന്നൊക്കെ വിളിച്ച് ഊട്ടാൻ നടക്കുന്ന നമ്മളെ വേണം തൊഴിക്കാൻ. നമ്മളെ ഇവരുടെ ഹോട്ടലിലെ ജോലിക്കാരാ, അല്ലാതെ ആ പെണ്ണിന്റെ അടിമകളൊന്നുമല്ല. അവളുടെ ആട്ടും തുപ്പും കൊണ്ടോട്ട് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ശാന്ത ഒന്ന് പതുക്കെ, അവൾ കേക്കും. കേക്കുന്നേ, കേക്കട്ടെടി. അവളെ കൊണ്ട് നമുക്കുള്ള ഗുണമെങ്കിലും ഉണ്ടോ ശാരദാമ്മയ്ക്ക്? എന്നും ആട്ടിയും ബഹളവും കണ്ണീരും. അവള് തന്നെ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന ബന്ധമാ രാജീവ് സാറുമായിട്ടുള്ളത്. എന്നിട്ട് ഒരു ദിവസം സമാധാനമായിട്ട് ജീവിച്ചിട്ടുണ്ടോ ആ സാറിന്റെ കൂടെ? അവളെ കെട്ടിയത് കൊണ്ട് ആ സാറിന്റെ ജീവിതവും കൂടെ കുളം തോണ്ടി. നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ളൊരു പെണ്ണിനെയും കെട്ടി മനസമാധാനമായിട്ട് കഴിയേണ്ട സാറാ ഇപ്പൊ തലയ്ക്ക് തീ പിടിച്ച് ഭ്രാന്തനെ പോലെ നടക്കുന്നത്. കെട്ടിച്ചു വിട്ടാലും ശാരദാമ്മയുടെ മനസ്സിന് വല്ല സമാധാനം ഉണ്ടോ? അതുമില്ല. ഇതെന്നും ഒരു ഒഴിയാ ബാധയായി തലയിൽ കുടിയിരിക്കയല്ലേ? ജന്മം കൊടുത്തെന്ന് കരുതി പെറ്റമ്മയെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഒരു പെണ്ണ്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാ മക്കളായിട്ട് പിറക്കുന്നതെന്ന് ഇവളെയൊക്കെ കാണുമ്പോഴാ മനസ്സിലാവുന്നത്. നീ വന്നേ. ശാരദാമ്മ ശാലിനിമോളുടെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് പോയതുകൊണ്ട് കടയിൽ ആരുമില്ല. ശ്യാമമോള് പഠിക്കാൻ പോയെന്നെങ്കിലും പറയാം. കെട്ടിയോനെ തല്ലി ഇറക്കിയിട്ട് മുറി കയറി അടയിരിക്കാൻ ഇവൾക്കിത് എന്തിന്റെ കേടാ? ജോലി ചെയ്യാതിരിക്കാനുള്ള അടവ് അത്രേ ഉള്ളൂ. നമുക്കങ്ങനെ പൊരുന്നേരിക്കാൻ ശാരദാമ്മയല്ല അമ്മ. വാ. കെട്ടിച്ചു വിട്ടാലും ശാരദാമ്മയുടെ മനസ്സിന് വല്ല സമാധാനം ഉണ്ടോ? അതുമില്ല. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാ മക്കളായിട്ട് പിറക്കുന്നതെന്ന് ഇവളെയൊക്കെ കാണുമ്പോഴാ മനസ്സിലാവുന്നത്.
എന്താ മണം, എന്താ രുചി. ദോശയെന്ന് പറഞ്ഞ നാവിലിട്ട അലിഞ്ഞു പോകും. അതെ അതെ നല്ല ചട്നി ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, സ്പോഞ്ച് പോലാ. ഓ, ഏതാ കൂടുതൽ വിശേഷമെന്ന് പറയാൻ വയ്യ. മോനെ, നിനക്കേതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? അച്ഛാ എനിക്ക് ആ നെയ്റോസ്റ്റില്ലേ നല്ല മൊരിഞ്ഞിരിക്കും. അല്ല, മസാല ദോശ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്തൊരു മസാല കൂട്ടം അതിനുള്ളിൽ. എന്താ എന്റെ മണം, പറയണോ? തീർന്നില്ലേ ഇതുവരെ? ഭാമേ, ദോശ തന്നെ 101 തരമുണ്ട്. ചില്ലി ദോശ, കാശ്മീരി ദോശ, ഒനിയൻ ദോശ, ഗരം ദോശ. നിർത്ത്. ആ, അവിടുത്തെ വിഭവങ്ങളുടെ പട്ടികയല്ല, നിങ്ങളുടെ വർണ്ണന തീർന്നില്ലെന്നാ ഞാൻ ചോദിച്ചത്. വർണ്ണിച്ച തീരില്ല ആന്റി, അത്രയ്ക്കുണ്ട് വിശേഷം. നിന്റെ കാലിൽ എന്തു പറ്റി? ഒന്നും പറയണ്ട ആന്റി, സ്കൂട്ടർ പണി മുടക്കി. നല്ല ഐശ്വര്യം. അത്യാവശ്യം എവിടെ പോയി? വിഷ്ണുവേട്ടനും ശാലിനിയും പുതിയൊരു സംരംഭം തുടങ്ങിയതല്ലേ, ആ, ആശംസ പറയാൻ പോയതാ. ഹോ, എന്താ തിരക്കെന്നറിയോ ആന്റി? അത് നിയന്ത്രിക്കാൻ വിഷ്ണുവേട്ടനും ശാലിനി പാടുപെട്ടോണ്ടിരിക്കുക. ഈച്ചകളെ നാറുന്ന അഴുക്കുചാലിനടുത്തായതുകൊണ്ട് ഈച്ചശല്യം കൂടുതലാ. മനുഷ്യരാരും അടുക്കുന്ന ലക്ഷണമൊന്നും ഇല്ല. ഇക്കണക്കിന് പോയ ആദ്യത്തെ ദിവസം തന്നെ പൂട്ടും. ശ്രീകര, പുതിയ ബിസിനസ് ഒരാൾ തുടങ്ങുമ്പോ ഇങ്ങനത്തെ അശുഭ വർത്താനോ പറയുന്നേ? അച്ഛാ, അശുഭ വർത്താനമല്ല, ചെറ്റ വർത്താനം. ഞാൻ ഉള്ളത് പറഞ്ഞേ ഉള്ളൂ. അവരുടെ ഒരു ശാരദാസ് കഫേ. ആന്റിയുടെ പേര് നെഞ്ചിൽ പച്ചകുത്തി നടക്കുന്ന ആളല്ലേ. ആന്റിയുടെ എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സത്യാസ് കഫേന്നോ ഭാമാസ് കഫേന്നോ മറ്റോ പേരിട്ടാ പോരായിരുന്നോ? ചുമ്മാ വെറുതെ മുറിനകത്ത് മുളകരച്ച് വരട്ടല്ലേ. ഓ, അങ്ങനെ പേരിട്ടെങ്കിൽ നീ പറഞ്ഞാനെ ആ പേരിട്ട് നിന്റെ ഭാമാന്റെ അപമാനിച്ചെന്ന്. ആ, അതും ഉള്ളതാ. വിഷ്ണുവേട്ടൻ റോഡരികിലെ ഓടക്കെടുത്ത് പൊറോട്ടയും കിഴങ്ങറിയും വിളമ്പിക്കൊണ്ട് നിൽക്കുമ്പോ ആർക്കാ മാനക്കേട്? ആന്റിക്ക് തന്നെ. വിഷ്ണുവേട്ടൻ ചായ ഗ്ലാസ് കഴുകുകയും നാട്ടുകാരുടെ ഇല എടുക്കുകയും ചെയ്യുന്നതിന് മുകളില് ശാരദാസ് കഫേ എന്നൊരു ബോർഡൂടി വെച്ചാ ആൾക്കാര് പറയും അസൽ അച്ചിക്കൊന്തരാണെന്ന്. ഒരു ബിസിനസ് നടത്തി ജീവിക്കാനാണെങ്കിൽ ഈ നാട്ടിൽ തന്നെ അതിന്റെ ആവശ്യമുണ്ടോ? ഭാമാന്റിയുടെ മുന്നിൽ കൈയും കെട്ടി കുനിഞ്ഞ് തല കുനിച്ച് നിൽക്കുന്നവരുടെ എച്ചിലാ വിഷ്ണുവേട്ടൻ കഴുകി കൊടുക്കുന്നത്. അവരതില് രഹസ്യമായിട്ട് ആനന്ദം കണ്ടെത്തുകയും ചെയ്യും. ഇപ്പൊ തന്നെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഭാമേ, ഇവിടെ നിന്നെ വെറുതെ എരികയറ്റാൻ വേണ്ടി ഓരോന്ന് പറയാ. ഭാമേ, നമ്മുടെ വിഷ്ണുശാലി ഇന്നൊരു പുതിയ സംരംഭം തുടങ്ങുക. അതിൽ നീ ഇന്നവിടെ ചെന്നിരുന്നെങ്കിലേ നമ്മുടെ മക്കൾക്ക് എന്തുമാത്രം സന്തോഷമായേനെ. രാഘവേട്ട, വിഷ്ണുവിനെ ഒരു വട്ടമേ ഞാൻ അടിച്ചിട്ടുള്ളൂ, അതും അവൻ കുഞ്ഞായിരിക്കുമ്പോ. തെങ്ങിമടലിന്റെ ബാറ്റുമായിട്ട് തെണ്ടി പിള്ളേർക്കൊപ്പം കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയതിന്. അവനെ തെണ്ടി പിള്ളേർക്കൊപ്പം കളിക്കാൻ പോയതിനല്ല, അവൻ തെങ്ങിമടലിന്റെ ബാറ്റ് ഉപയോഗിച്ചതാ എന്നെ ദേഷ്യം പിടിപ്പിച്ചത്. സത്യഭാമയുടെ മകൻ ആരോട് കൂട്ടുകൂടിയാലും കുഴപ്പമില്ല, അവൻ അവന്റെ അന്തസ്സിന് നിൽക്കണം. അന്ന് അവനത് മനസ്സിലായി. പിന്നീട് എനിക്ക് അവനെ അടിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ
അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നു കയറിയതോടെ എല്ലാം മാറി. അന്തസ്സും അഭിമാനവും എല്ലാം മറന്നു. ചായക്കടക്കാരിയുടെ മകൾക്ക് ആ അന്തസ്സേ ഉള്ളൂ. അതിലേക്ക് അവനും താഴ്ന്നു. വഴിവക്കിൽ അവനൊരു തട്ടുകടയോ മുറുക്കാൻ കടയോ തുറന്ന ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യണമെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? അതിനെ സത്യഭാമ വേറെ ജനിക്കണം. ഭാമേ, അതിനു മുമ്പ് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു നമുക്ക്. മാർക്കറ്റിൽ 50 രൂപയായിട്ട് കച്ചവടം തുടങ്ങിയ രാഘവൻ നായര് ആദ്യമേ പണയം വെച്ചത് ഈ അന്തസ്സും അഭിമാനവും ഒക്കെയാ. പണത്തിന് വേണ്ടി പലരുടെ മുമ്പിലും കൈകെട്ടി നിൽക്കുമ്പോ ആട്ടും തുപ്പും വരെ കൊണ്ടിട്ടുണ്ട്. അന്ന് അതൊന്നും എന്നെ സ്പർശിച്ചിട്ട് പോലുമില്ല. ഒരു കുടുംബമുണ്ട്, അത് പോറ്റണം, അതായിരുന്നു മറ്റെന്തിനേക്കാളും എനിക്ക് പ്രധാനം. എന്റെ മകൻ ഇന്നങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അവൻ കഷ്ടപ്പെടട്ടെ, അതിന് ജീവിതം പഠിക്കാം അവന്. രാഘവേട്ട, അവന് അതിന്റെ ആവശ്യമുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അവൻ എന്ത് ചെയ്യണമെന്നായിരുന്നു? അവനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഭാര്യയെ നീ ഇവിടെ ഇറക്കി വിടുമ്പോ അതിന് സമ്മതം മൂടി ഇവിടെ ഒരു പട്ടിയെ പോലെ ചുരുണ്ടുകൂടി വാലാട്ടി നിൽക്കണമായിരുന്നോ? ഇഷ്ട ഭക്ഷണം, സുഖജീവിതം, അതാണല്ലോ അല്ലേ അന്തസ്സും അഭിമാനം ഒക്കെ. കുടുംബം വേണ്ടാന്ന് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാനേ ഈ രാഘവനാർക്ക് അവസരം ഉണ്ടായിരുന്നു ഭാമേ. അതൊന്നും മറക്കരുത് നീ. സാരമില്ല, അതൊക്കെ പോട്ടെ. ഭാമേ, ദാ നമ്മുടെ മക്കള് ശാലിനി വിഷ്ണു കൂടെ ഇത് നിനക്ക് തന്നെ അയച്ചതാ. അവരുണ്ടാക്കിയ ഭക്ഷണം. വാങ്ങിക്ക് ഭാമേ. അത്രയ്ക്കായോ? നീ എന്താണ് കാണിച്ചേ? അങ്കിൾ എന്തിനാണ് അടിച്ചത്? ഇതൊന്നും കാണുന്നില്ലേ? ആന്റിക്ക് ഇത് ഇഷ്ടമല്ലാത്തോണ്ടാ ഞാൻ പിടിച്ചു വാങ്ങിച്ച് കളഞ്ഞത്. ആന്റിക്ക് ഇഷ്ടമല്ല നീ അവിടെ തീരുമാനിക്കുന്നേ? അത് നിന്റെ ആന്റി പറയട്ടോ അങ്ങോട്ട്. പറഭാമേ, നിനക്കിഷ്ടമല്ലേ ഇത്? പറയാൻ പറയാൻ ഇഷ്ടമല്ല. അത് ശരി, നിനക്കിഷ്ടമല്ലേ? എനിക്കത് വേണം. അല്ല അച്ഛാ, 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 അച്ഛാ,